ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടുള്ള നല്ലൊരു ചൈനീസ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ബസ്മതി റൈസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബസ്മതി റൈസും കൂടിയാണ്. നമ്മളിപ്പോൾ ഏത് അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബസ്മതി റൈസോ ജീര റൈസോ അല്ലാന്നുണ്ടെങ്കിൽ കൈമ റൈസോ ഏത് റൈസായാലും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പം കൂടെ തന്നെ ഇതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ചോർക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് വേവിച്ച് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഒരു 80% മാത്രമേ നമ്മുടെ അരിയൊക്കെ വെന്തിട്ട് കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഓരോ അരിയും ഓരോ അളവാണ് വേകുന്നത്. അത് നമ്മൾ കൂടെ നിന്ന് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ അരിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരല്പം വേവ് കുറവായിട്ടുണ്ട്. ഒരു 80% മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളിത് എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് ആ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് മാറ്റണം. എന്നാൽ ശരി, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അരിയൊക്കെ ഒന്ന് വാർന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കടായിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. നമ്മുടെ ഈ കടായിയെക്കുറിച്ച് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ബ്രാൻഡും അതുപോലെ തന്നെ ഇത് വാങ്ങിയത് എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൈവശമുള്ള ഞാൻ യൂസ് ചെയ്യുന്ന കടായിയൊക്കെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിൻഡ് കമൻ്റായിട്ടും വെച്ചിരിക്കാം. എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടേക്കണം. ഇതുപോലെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിക്കുള്ള ചിക്കൻ പീസാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 300 ഗ്രാം അളവിലാണ് ചിക്കൻ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം എല്ലില്ലാത്ത ചിക്കൻ പീസ് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം മസാലയും കൂടി ചേർക്കണം. അപ്പോൾ 2 മിനിറ്റ് ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പകുതി വേവിലൊന്ന് വെന്ത് തുടങ്ങും. എന്നാൽ ഇതുപോലെ ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ചിക്കന് മാത്രം ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. ഫസ്റ്റിലേ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് പകുതിയോളം വെന്തതിന് ശേഷം കുരുമുളക് പൊടി ചേർക്കുന്നത്. കൂടെ തന്നെ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് അല്പം മാത്രമേ കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അതിലിട്ടേനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. കുറച്ച് സമയം നമ്മളത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 പീസായിട്ട് പോയിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയിൽ ഒരു പകുതി സവാള ഇതുപോലെ ഒരു വലിയ പീസാക്കി ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം.
കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റും കൂടിയാണ്. അത് ഇതുപോലെ ഒരു വലിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അധികം കട്ടി വേണ്ട, കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബീൻസും കൂടിയാണ്, അതും ചേർക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ കുറച്ച് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു പീസേ എടുത്തിട്ടുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്തെടുത്താൽ മതിയാവും. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ്. ഒരു 2 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് സമയം എന്നിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം ഒരു പകുതിയിൽ കൂടുതലധികം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ നമ്മൾ നേരത്തെ ചിക്കന് ചേർത്ത് കൊടുത്തതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. നമ്മളിതിലേക്ക് വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്തേക്കണം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം സോയാ സോസ് കൂടിയാണ്. അപ്പോൾ ഈ സോയാ സോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് സോയാ സോസ് ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. ചിലർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. അത് പിന്നീട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചിക്കൻ ക്യൂബ് കൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നില്ല ചിക്കൻ ക്യൂബ്സ്. അതിൻ്റെ പേരിലാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ചിക്കൻ ക്യൂബും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ ക്യൂബ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കയ്യിലൊരല്പം ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, നമ്മളിതാ വേവിച്ച് മാറ്റി വച്ചിരിക്കുന്ന നന്നായിട്ട് വെള്ളമെല്ലാം വാർന്നു പോയിട്ടുള്ള ബിരിയാണി റൈസ് കൂടിയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിലായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ നാരങ്ങയുടെ ചെറിയൊരു പുളിപ്പൊക്കെ ഇതിലുണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരല്പം നാരങ്ങ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരിക്കണം നമ്മൾ ഈ സമയത്തും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സൈഡായിട്ട് നമുക്കൊന്നും ആവശ്യമായിട്ടില്ല. ഇങ്ങനെ തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും സൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെല്ലാസ് ഉണ്ടല്ലോ, ചെല്ലാസ് മാത്രം മതി ഇതിൻ്റെ കൂടെ സൈഡായിട്ട്. അപ്പോൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.